എല്ലാ മാന്യപ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. സിനിമയെ വെല്ലുന്ന കഥകളാണ് പലപ്പോഴും ഇവിടെ കേൾക്കുന്നത്. ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും തോന്നുകയോ ദൈവമേ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഒരു സീനുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകരത് വിശ്വസിക്കത്തില്ല, ഇത്രയും നാടകീയമായിട്ടൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമോ, അവിശ്വസനീയമായിപ്പോയി എന്ന് പറഞ്ഞ നല്ല പല ചിത്രങ്ങളിലെയും പല രംഗങ്ങളും അങ്ങനെ പ്രേക്ഷകരെ തിരസ്കരിച്ചിട്ടുണ്ട്. ഇന്നിവിടെ പരാതിയുമായി എത്തിയിരിക്കുന്ന മഞ്ജുവിൻ്റെ കഥ കേട്ടാൽ നിങ്ങൾക്കും അത് തന്നെ തോന്നും. അതിനു മുൻപ് നമുക്ക് ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടാം. ശ്രീ കെ വാസുദേവൻ, ജുഡീഷ്യൽ മെമ്പർ കെൽസ. അഡ്വക്കേറ്റ് കല്ലട കെ ജി അലക്സാണ്ടർ, അഡ്വക്കേറ്റ് മെമ്പർ കെൽസ. ഷീന ലജീഷ്, സൈക്കോളജിസ്റ്റ് കൗൺസിലർ. ഇനി നമുക്ക് മഞ്ജുവിനെ പരിചയപ്പെടാം. മഞ്ജു പറഞ്ഞു തന്നെ മഞ്ജുവിൻ്റെ കഥ നമുക്ക് കേൾക്കാം. കൊല്ലത്ത് നിന്നാണ് മഞ്ജു വന്നിരിക്കുന്നത്. മഞ്ജു വരൂ. എത്ര വയസ്സുണ്ട് മഞ്ജുവിന് ഇപ്പോൾ? 33. മക്കൾ എത്ര പേരുണ്ട്? 2 പേര്. 2 പേര്. എത്രയായി? മോക്ക് 12 വയസ്സും മോന് 10 വയസ്സും. 10 വയസ്സും. കൊല്ലത്ത് തന്നെയാണോ? പഠിക്കുകയാണോ അവർ? പഠിക്കുകയാണ്. മഞ്ജുവിൻ്റെ ബാല്യം? എൻ്റെ ബാല്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയായിട്ട് ജീവിച്ചത്. ഒറ്റയായിട്ട്? അച്ഛനും അമ്മയും? അച്ഛനും അമ്മയും പറയാൻ തുടങ്ങുന്ന സംഘം. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ പിരിഞ്ഞു. അവർ പിരിഞ്ഞു? ബന്ധം പിരിഞ്ഞിട്ടില്ല, അല്ലാതെ തന്നെ വഴക്കിട്ട് പിരിഞ്ഞ്. വഴക്കിട്ടങ്ങ് പിരിഞ്ഞു. എനിക്ക് 6 മാസമായിരുന്നു. ചേട്ടന് 3.5 വയസ്സ്. ചേട്ടനെയും കൊണ്ട് അമ്മ നാട് വിട്ടു പോയതാ. 6 മാസമായ കുഞ്ഞിനെ അച്ഛൻ്റെ അടുത്ത് കെട്ടിച്ചിട്ട് പോയി. അത് അങ്ങനെ പോയപ്പോൾ അമ്മ എടുത്തുനിന്ന് കുഞ്ഞിനെ ആരോ എടുത്തോണ്ട് പോയി. ആ കുഞ്ഞിനെ ആരോ എടുത്തോണ്ട് പോയി? അവർക്ക് അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു അപ്പം? അമ്മയ്ക്ക് 10-15 വയസ്സേ ഉള്ളൂ. 15 വയസ്സോ 16 വയസ്സേ ഉള്ളൂ. കല്യാണം കഴിക്കുമ്പോൾ 14 വയസ്സിൽ പോയത് അമ്മ അച്ഛൻ്റെ കൂടെ. അച്ഛൻ്റെ കൂടെ ഒരു 17 വയസ്സ് അങ്ങേ ഏറ്റവും ഉണ്ടാവുമായിരിക്കും ഈ 3.5 വയസ്സുള്ള കുഞ്ഞുള്ളപ്പോൾ. ആ കൊച്ചിനെ ആരോ എടുത്തോണ്ട് പോയി. അത് പറഞ്ഞ നമ്മളെ ജയൻ്റെ സിനിമയുടെ ജയൻ്റെ കുടുംബ വീട്ടിലെ അമ്മ എപ്പോഴും കളിക്കുകയും ചിരിക്കുകയും ഓടി നടക്കുന്നതൊക്കെ. ചെറുപ്രായത്തിൽ ജയഭാരതി മേഡമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം മേഡം ഇവിടുന്ന് വിറ്റുപോയി അഡ്രസ് കൊടുത്തിട്ട് പോയി. ചെറുപ്രായത്തിൽ ഏതോ 2 പടത്തിലൊക്കെ അമ്മ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മ ഈ അഡ്രസ്സും വെച്ചിട്ട് ചേട്ടനെ കൊണ്ട് നാടുവിടാൻ പോയതാ. എൻ്റെ അച്ഛൻ്റെ ഒരു വട്ടം അടിയും കണ്ട കിട്ടി. അപ്പം അമ്മയുടെ ആങ്ങളമാരൊന്നും അമ്മയെ അടിച്ചിട്ടില്ല. അമ്മയിലെ ചെല്ലം പോലെ വളർന്നതാ. അന്നേരം അമ്മയ്ക്കിങ്ങനെ ആദ്യമായിട്ട് അടി കിട്ടിയപ്പോൾ അമ്മ അങ്ങ് നാട് വിട്ടു പോകാൻ നോക്കി. ഇങ്ങനെ ആയപ്പം മോനെ ആരോ എടുത്തോണ്ട് പോയി. അപ്പം അമ്മ അവിടെ മനസ്സ് തളർന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി നടന്നെന്നൊക്കെ അമ്മ പറയുന്ന പരാതി. അങ്ങനെ പോലീസുകാരൊക്കെ ഇവിടെ ഒക്കെ അന്വേഷിക്കാൻ വന്ന് കൊച്ചിനെ കിട്ടിയതേ ഇല്ല. അമ്മയുടെ പേര് ശാന്തി. ശാന്തി. അച്ഛൻ്റെ പേരെന്താ? സ്റ്റാലിൻ. സ്റ്റാലിൻ. ഓ, 2 മതസ്ഥരായിട്ട് സ്നേഹിച്ച്. അച്ഛൻ ക്രിസ്ത്യാനി, അമ്മ ഹിന്ദു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒക്കെ വളർന്നത് 5 വയസ്സ് വരെ. അപ്പം എൻ്റെ 3 വയസ്സിലും കണ്ട എൻ്റെ അച്ഛന് ശ്രീ ചിത്രഭൂമി പോയി ഒരു പെണ്ണിനെ കണ്ട് ഇവിടുന്ന് ചിത്രാഭൂമി പെണ്ണ് കാണാൻ പോയപ്പോൾ തന്നെ എനിക്ക് വണ്ടി അപകടം ഉണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ ഞാൻ കൈവിടത്തില്ല. അച്ഛൻ്റെ കൂടെ തന്നെ ഞാൻ ഓടിച്ചാടി കളിച്ച് നടക്കത്തുള്ളൂ. അപ്പം അച്ഛൻ എന്നെ അച്ഛൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പോകാൻ നോക്കി, മുട്ടായൊക്കെ മേടിച്ചു തന്നു. അപ്പം ഞാൻ ഇട്ടിട്ട് പോയപ്പോൾ ഞാൻ പുറകെ ഓടി ചെല്ലും. അന്നേരം പിന്നെ വടിയെടുത്ത് തന്നെ വിരട്ടിച്ച് അവിടെ നിന്നോണമെന്ന്. എന്നിട്ട് ഞാൻ ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട്. അന്നേരം കണ്ട വണ്ടി എന്നെ ഇടിച്ചെന്ന് കടപ്പുറ ഏരിയയാണ്. അന്നേരം മണ്ണിൽ പോയി തെറിച്ച് വീണ്. ടെമ്പമായിരുന്നു ഇടിച്ചത്. അന്നേരം എൻ്റെ അച്ഛനെ അറിഞ്ഞപ്പോൾ തന്നെ ഓടി വന്ന് എന്നെ എടുത്തോണ്ട് അങ്ങ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കാര്യമായിട്ടൊന്നും കാണുന്നില്ല, കൊച്ചിനെ അറിയത്തോളെന്ന് അങ്ങനെ പറഞ്ഞങ്ങ് വിട്ട്. പിന്നെ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരയ്ക്ക് തലവേദന ഞാൻ അനുഭവിക്കാറുണ്ട്. ആ വണ്ടി ഇടിച്ചതിലെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. തലവേദന അനുഭവിക്കാറുണ്ട്. പിന്നെ അവിടെ നിന്നെല്ലാം എൻ്റെ രണ്ടാനമ്മയുടെ ദുഷ്ടത്തരങ്ങളായിരുന്നു. രണ്ടാനമ്മ ഒരുപാട് എന്നെ ഉപദ്രവിക്കും. രണ്ടാനമ്മ ഈ ചിത്രാഭൂമിയിൽ നിന്ന് വന്ന സ്ത്രീയല്ലേ? അവരാണോ ഈ ഉപദ്രവിക്കുന്നത്?
അച്ഛനൊരു പാവമാ. ഓ, അച്ഛൻ പാവമാ. എന്ത് ചെയ്യാനൊക്കെ. എന്നാലും ഇവര് ഒരു അനാഥയായിട്ട് ജീവിച്ച ഒരു സ്ത്രീ ആവുമ്പം കുഞ്ഞുങ്ങളോട് കുറച്ചുകൂടെ ഒരു അനുകമ്പയൊക്കെ തോന്നണ്ടേ? ഉപദ്രവിക്കുന്നതിന് പരാതി ഉള്ളോട് കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ആരുടെയെങ്കിലും എടുത്ത് പറയുകയോ അതോ? ഞാനന്ന് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഞാനിങ്ങനെ പാവം പോലെ നിൽക്കും. എല്ലാവരും പേടിച്ചും ഭയന്നും ജീവിക്കുന്നത്. ഇന്നത്തെ പോലെ അത്രയും ഈ വിഷ്വൽ മീഡിയയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ സാർ. അന്ന് എല്ലാം സഹിച്ച് ആപാടം 1.5 വയസ്സുള്ള ഒരു കൊച്ചല്ലേ, അതിന് എന്തോ പറയാനൊക്കെ. അമ്മ ഇങ്ങനെ ഉപദ്രവിക്കുന്ന അച്ഛനറിയാം. അവര് അച്ഛൻ്റെ അടുക്ക എന്നെ കുറ്റം ധരിപ്പിക്കും. എന്നെ കുറ്റക്കാരിയാക്കിയിട്ട് അച്ഛനെ കൊണ്ട് എന്നെ അടി ഒളിപ്പിക്കും. അച്ഛൻ്റെ കുടുംബം അടുത്ത് തന്നെയാണ്. ഈ കോളനി കൊല്ലം USS കോളനിയിൽ. ഈ അപ്പൂപ്പന്റെ പേരെന്താ? എൻ്റെ അച്ഛൻ്റെ പേര് ജോസഫ് ആൽബർട്ട് എന്നാണ്. ജോസഫ് ആൽബർട്ട്. അതിപ്പോൾ എൻ്റെ അച്ഛന് ആ പേരിപ്പോൾ എൻ്റെ അച്ഛനാക്കിയിരിക്കുന്നു. സ്റ്റാലിൻ നിന്ന് മാറ്റിയിട്ട് ഗവൺമെൻറ് ജോലിയില്ലേ. അന്നേരം തിരുവനന്തപുരത്തായിരുന്നു, സെക്രട്ടേറിയറ്റിലായിരുന്നു ഡ്രൈവർ. ഞാൻ കൊച്ചിയിലെ ഒരു 5 വയസ്സിൽ എന്നെ കായംകുളം ഇവിടെ കൊണ്ടാക്കി. ഒരു സ്ഥാപനമുണ്ട് കൊച്ചു പിള്ളേരെ, അവിടെ കൊണ്ടാക്കി ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞ് ഓടി പോയി. വിഷമിക്കണ്ട മഞ്ജു, നടന്ന് സംഭവിച്ചു പോയ കാര്യങ്ങളല്ലേ. നമ്മളിനിയിപ്പം അത് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ആരെയും വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ എല്ലാവരും എന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ മഞ്ജു വെച്ചിരിക്കുന്നത്. മഞ്ജുവിനേക്കാളും വിഷമം അനുഭവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ഈ ലോകത്ത്. മഞ്ജുവിന് പറയാനൊരച്ഛനും ഒരമ്മയും കുടുംബമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ സ്ത്രീയുടെ ഉപദ്രവം അതിപ്പോൾ അവർക്കും ഉണ്ടല്ലോ മക്കള്. അവരുടെ മുമ്പിലും കുഞ്ഞിനിപ്പോൾ അമ്മയും അച്ഛനും കണ്ടിട്ടില്ല. കുഞ്ഞിലെ ഒരു 6 മാസത്തിലൊക്കെ കൊണ്ട് അനാഥാലയത്തിൽ കണ്ടിട്ടില്ലെന്ന് ഓർത്ത് അവർക്ക് വിഷമമില്ല. ഞാൻ രണ്ടുപേരെയും കണ്ടുകൊണ്ട് തന്നെ ജീവിക്കുക. രണ്ടുപേരും എന്നെ നോക്കത്തില്ല. ഈ 1-ാം ക്ലാസ് പോലെ 5-ാം ക്ലാസ് വരെ ആ ചിൽഡ്രൻസ് ഹോമിൽ പഠിച്ചു കായംകുളത്ത്? ഇല്ല, കുഞ്ഞുങ്ങളെ സ്ഥാപനത്തിൽ ചിൽഡ്രൻസ് ഹോമില് 2ാനമ്മ കൊണ്ടാക്കിച്ചത് തന്നെ. അവിടെ കൊണ്ടാക്കിച്ചപ്പോൾ എന്താ പറയാ, അവിടുന്ന് 5-ാം ക്ലാസ് വരെ പഠിപ്പിച്ചു, 1 തൊട്ട് 5 വരെ. അവിടുന്ന് 5-ാം ക്ലാസ്സിൽ നിന്ന് ആപ്റ്റകറമുണ്ട്, കൊല്ലം ആപ്റ്റകറമ. കൊച്ചു കുഞ്ഞുങ്ങളെ സ്ഥാപനം അവിടെ. 5-ലായപ്പോൾ ഇങ്ങോട്ട് കൊല്ലത്തോട്ടാക്കി. ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ കുട്ടികളെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അന്നേരം അവിടെ ആക്കിയപ്പം ഈ മുളങ്കാടം എന്ന് പറയുന്ന സ്കൂളിലോട്ടാണ് എന്നെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത് 5-ാം ക്ലാസ്സിൽ. അപ്പം എൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ കിടക്കുക. അന്നേരം ഒരു ദിവസം എൻ്റെ പപ്പ എന്നെ കാണാൻ വന്നു ആപ്റ്റകറമിൽ. കാണാൻ വന്നപ്പോൾ എനിക്ക് പപ്പയുടെ കൂടെ ഇങ്ങ് പോരണം. അന്നേരം ഞാനിങ്ങ് ഓടി പോന്നു. വീട് അടുത്തായോണ്ട് ഇങ്ങി പോന്നു. പപ്പ പോയതിൻ്റെ പുറകെ ഇങ്ങി പോന്നു. ആശുപത്രി പോകണമെന്നും പറഞ്ഞ് ഇങ്ങി പോന്നു. അപ്പോൾ 5-6 ദിവസം കഴിഞ്ഞിട്ട് പപ്പ എന്നെ അവിടെ കൊണ്ടാക്കാൻ നോക്കിയപ്പോൾ അവരെന്നെ തിരിച്ചെടുത്തില്ല. ഇറങ്ങി ഓടുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നീട് എൻ്റെ കൊച്ചമ്മ ചെയ്ത പണി എന്തുവാ, ഇല്ലാത്ത കുറ്റം ആരോപിച്ചിട്ട് പപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നെ കോഴിക്കോട് അയക്കാൻ നോക്കി. അത് കുട്ടികളുടെ ഒരു കോടതിയുണ്ട്. അപ്പം എൻ്റെ അടുത്ത് അച്ഛൻ്റെ അമ്മയും അച്ഛനും കൂടി എൻ്റെ അടുത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പഠിക്കാനാക്കിക്കുന്ന മക്കൾ അവിടെ നിന്ന് പഠിക്കണം, നല്ല രീതിയിൽ പഠിച്ചു വരുമ്പോഴത്തേക്കും പപ്പ എന്തെങ്കിലും കരുതി വെക്കുക. അന്നേരം പപ്പ അന്ന് എൻ്റെ ചെറുപ്രായത്തിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പപ്പ അവിടെ സെക്രട്ടേറിയറ്റിൽ താൽക്കാലികമായി ഡ്രൈവറിൻ്റെ ജോലി കിട്ടി. അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മോൾ അവിടെ പോയി ഇന്ന് പഠിക്കണം. അപ്പം ഇതെന്തൊക്കെ നടക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ കോടതി ചെന്നപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് വലിയ അസുഖമുണ്ട്, വയ്യായ്മ. അപ്പോൾ അവർക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന് കൂലിപ്പണിയാ, അമ്മയില്ലെന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി. അന്നേരം അതിൻ്റെ പുറകിൽ എന്തോ എഴുതി വെച്ചേക്കും, ഒന്നും ഞാൻ അറിയുന്നില്ല. കോഴിക്കോട് അങ്ങനെ എന്നെ കൊണ്ടാക്കിയതും വനിതകളാണ്, കൊച്ചു പ്രായത്തിൽ. അത് ഈ ദുർഘട പരിഹാര പാഠശാലയിലാണോ കൊണ്ടുപോയി? അവിടെ അച്ഛൻ്റെ അടുത്ത് ഓടി വരുന്ന ഇഷ്ടമല്ല. കൊച്ചമ്മയ്ക്ക് ഞാനും എൻ്റെ അച്ഛനും സ്നേഹത്തോടെ ഇരിക്കുന്നു. പക്ഷേ ഒരു എന്തെങ്കിലും കുറ്റമോ കാര്യങ്ങളോ അവര് അന്വേഷിക്കാതെ വെറുതെ അങ്ങനെ ഒരു കുട്ടിയെ എടുക്കത്തില്ലല്ലോ. അതെന്തോന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. എനിക്ക് ഇവിടെ ഒന്നും അറിഞ്ഞൂടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടുന്ന് ആദ്യമായിട്ട് പുതിയതായിട്ട് ചെല്ലുന്ന കുട്ടികളെ റിമാൻഡ് ചെയ്യും. 10 ദിവസം 15 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുള്ളൂ. അത് യൂണിഫോം ഇടും, കളറൊന്നും ഇടത്തില്ല. അപ്പം എനിക്ക് എല്ലാവരെയും കണ്ടപ്പോൾ എനിക്കങ്ങ് വല്ലാതെ ആവിയും വെപ്രാളവും ഒക്കെ തോന്നി. കണ്ടപ്പോൾ എല്ലാത്തിനും എനിക്ക് പേടി പോലെയൊക്കെ തോന്നി. അപ്പം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് നിലവിളിച്ച് കരയൂടെ. അപ്പം ഇവർ ഭക്ഷണം കഴിക്കാനും ഒക്കെ നമ്മൾ തുറന്നു വിടും. കഴിച്ച് കഴിഞ്ഞാൽ റൂമിൽ പൂട്ടിയിടും. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം പുറത്തോട്ട് വന്നപ്പോൾ ഞാൻ ഇറങ്ങി അങ്ങ് ഓടാൻ നോക്കി. പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ ചുറ്റിനും പച്ചറൊക്കെ പിടിച്ച് നിന്നപ്പം എഴുത്തിമാരെന്നെ അടിക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് എഴുത്തിമാർ പറഞ്ഞു, നീ ഇവിടെ വന്നതിൻ്റെ കാര്യം നിനക്ക് അറിയുമെന്ന്. അപ്പം ഞാൻ എന്താന്ന് ചോദിച്ചു.
അത് നിൻ്റെ അനിയത്തി നീ 3-ാം നിലയിൽ നിർത്തി താഴെ ഇടാൻ പോയോന്ന്. ഓ, അങ്ങനെ കേസ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഞാനങ്ങ് അയ്യടാന്ന് ഇപ്പം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ 91-ലായിരുന്നു എന്നെ അവിടെ ആക്കിയത്. അപ്പം എൻ്റെ പഠനവും പോയി. അവിടെ വെറുതെ നിൽക്കുമോ ഞാൻ? അല്ല, അവിടെ ഉപദ്രവിക്കുമോ അവര്? എല്ലാതരം പിള്ളേരും ഉണ്ട്. ചട്ടമ്പി പിള്ളേരും ഉണ്ട്, പാവം പിടിച്ച പിള്ളേരുണ്ട്, പലതരം. അപ്പം നമുക്ക് ഭയങ്കര വിഷമം. അങ്ങനെയുള്ളിടത്ത് കൊണ്ട് കൊച്ചമ്മ കൊണ്ട് തന്നെ ഇടിപ്പിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ വല്യപ്പ 1996 എന്നെ കാണാൻ വന്നു. അവിടെ വന്നപ്പോൾ എൻ്റെ സങ്കടങ്ങളും ഞാൻ ഇതുപോലെ സങ്കടമൊക്കെ പറഞ്ഞ് എന്നെ ഇതുപോലെ കൊച്ചമ്മ കുടുക്കിയിട്ടേക്കുക, ഞാനെന്തോ കൊച്ചിനെ 3-ാം നിലയിൽ നിന്ന് താഴെ ഇടാൻ പോയി എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ കുറ്റവാളിയെപ്പോലെ ഇവിടെ കൊണ്ടിട്ടേക്കെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പറഞ്ഞു. അങ്ങനെ എൻ്റെ വല്യപ്പ അന്നത്തെ മുഖ്യമന്ത്രി AK ആൻ്റണി ആയിരുന്നു. ആ സാറിന് ലെറ്റർ എഴുതി മനുഷ്യാവകാശത്തിൽ ഇവിടെയൊക്കെ എൻ്റെ വല്യപ്പ ലെറ്റർ വിട്ട് എൻ്റെ കൊച്ചിനെ എനിക്കൊന്ന് വിട്ടു തരണം, ലീവിനെങ്കിലും വിട്ടു തരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി കൊണ്ടുവന്ന് 6 ദിവസത്തേക്ക് ലീവിന് വിട്ടു. അങ്ങനെ ഈ ലീവിന് തന്ത്രപൂർവ്വം എന്നെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ആക്കണ്ടെന്നും പറഞ്ഞ് അങ്ങനെ എന്നെ കൊണ്ടുവന്ന് എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങൾ തൃശ്ശൂരിലാണ് താമസിക്കുന്നത്. അവിടെ കൊണ്ടങ്ങ് ആക്കി. അത് കഴിഞ്ഞ് ഞാൻ പള്ളിത്തോട്ടത്ത് വന്നു, എൻ്റെ അച്ഛൻ്റെ കുടുംബത്ത് വന്നു. ഇവിടെ വന്നപ്പം മമ്മ കൊണ്ട് അച്ഛൻ്റെ അടുത്താക്കി. അച്ഛൻ്റെ അടുത്താക്കി കഴിഞ്ഞപ്പം ഈ കൊച്ചമ്മയ്ക്ക് പിന്നെയും പിടിക്കില്ല. ഞാൻ അവിടെ ചെന്ന് അവരില്ലാതെ പ്രശ്നം ഉണ്ടാക്കിക്കും. ഞാനും എൻ്റെ അച്ഛനും അടുത്ത് സ്നേഹത്തോടെ ഇരിക്കാൻ പാടില്ല. ഈ കോഴിക്കോട് എന്നെ രണ്ടാമത് എന്നെ അങ്ങോട്ട് പോയിപ്പിക്കാൻ നോക്കി. എൻ്റെ അച്ഛൻ്റെ കാല് പിടിച്ച് കരഞ്ഞ് എന്നെ അവിടെ കൊണ്ടാക്കല്ലേ, ഏതെങ്കിലും മടത്തി കൊണ്ടാക്കുക, അവിടെ കൊണ്ടാക്കല്ലേ എന്ന്. അതിലും കൊച്ചമ്മ പറയുന്ന വാക്കേ പപ്പ കേൾക്കത്തുള്ളൂ. എന്നെ അവിടെ തന്നെ കൊണ്ടെത്തിച്ച് വീണ്ടും 3-4 മാസം കഴിഞ്ഞു. അവിടെ കൊണ്ടെത്തിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇരുട്ടും മുറി കിടന്ന് അനുഭവിക്കേണ്ട ഗതിയായി എനിക്ക്. ഒരുപാട് ഉപദ്രവിക്കലും അടിയും ഇതൊന്നും ആരും അറിയുന്നില്ല എന്നെ അവിടെ ഇട്ട് ഉപദ്രവിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ 18 വയസ്സായപ്പോൾ എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു തൊണ്ടയ്ക്ക്. പാട്ടിനൊക്കെ എന്നെ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ നല്ലോണം പാടുമായിരുന്നു. പിന്നെ അതുപോലെ തയ്യലും എംബ്രോയിഡിങ് ആയിരുന്നു ഞാൻ അവിടെ പഠിച്ചത്. എനിക്ക് ഈ പഠനം നഷ്ടപ്പെട്ടുകൊണ്ട് തയ്ക്കാൻ അവിടെ ഒരു മാഷ വെട്ടിയൊക്കെ തരുന്ന മാഷ ഞാനും കൂടി അവിടുത്തെ പിള്ളേരെ തുണിയൊക്കെ തയ്ക്കുന്നത് ഞങ്ങളാണ്. അങ്ങനെയായി 18 വയസ്സായപ്പോൾ 99 എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴും ലെറ്റർ അയച്ചു വിട്ട് കൊച്ചിനാരെങ്കിലും ഉണ്ടെങ്കിൽ വരണം, ഒപ്പിട്ട് വരണം എന്നൊക്കെ. ആരും വന്നില്ല. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. എന്നിട്ട് അവിടുത്തെ അവർ തന്നെ ഒപ്പിട്ട് ഓപ്പറേഷൻ നടത്തി. അതിൻ്റെ അനുഭവിക്കുന്നുണ്ട്, തൊണ്ടയുടെ അനുഭവം. അത് കഴിഞ്ഞിട്ട് അവർ ചോദിച്ചു മോക്ക് എവിടെ പോകണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊല്ലം മഹിളാ മന്ദിരത്തിലോട്ട് ആക്കി തരാൻ പറഞ്ഞു. കൊല്ലത്ത് തന്നെ വരാൻ എനിക്കിഷ്ടം. അങ്ങനെ കൊല്ലത്ത് ചിന്നക്കട മഹിളാ മന്ദിരത്തിലോട്ട് ആക്കി. കൊല്ലത്ത് കൊണ്ടുവന്നിട്ട് അതുപോലെ തന്നെ ആശുപത്രി പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ ഓടിച്ചു തന്നു. വീട്ടിൽ വന്നപ്പം പിന്നെ അവിടെ പോയില്ല. പിന്നെ വന്ന് 18 വയസ്സായപ്പോഴും ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി. പിന്നെയും പോയപ്പോൾ അവർ ഈ കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയാം ഞാൻ എൻ്റെ അച്ഛൻ്റെ മോളാന്ന്. തിരുവനന്തപുരക്കാർക്ക് ആർക്കും എന്നെ അറിഞ്ഞൂടാ. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചമ്മ ഇവിടുത്തെ വീട് വിറ്റിട്ട് അവിടോട്ട് കൊണ്ടുപോയി. എൻ്റെ അച്ഛനെയും കൊണ്ട് അങ്ങോട്ട് പോയി തിരുവനന്തപുരത്തോട്ട്. അവർക്കും ജോലിയാണ്, ഗവൺമെൻറ് ജോലിയാണ്. വഴുതക്കാട് സ്കൂളിലെ ഗവൺമെൻറ് ജോലി അങ്ങാണ്ട്. പപ്പയ്ക്ക് അന്നേരം സെക്രട്ടേറിയറ്റിലാണ് ജോലി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇവർ എന്താ പറയുക ഞങ്ങാണ്ടൊന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് മോളായിട്ട് പൊറപ്പിക്കുക. നീ എന്തിനാടി ഇവിടെ എപ്പോഴും ഇങ്ങനെ വരുന്നത്? നിൻ്റെ ആരിയ്ക്കുന്നു ഇവിടെ? നിൻ്റെ അച്ഛനൊന്നും അല്ല, നിൻ്റെ അമ്മ മദ്രാസിൽ കിടക്കുന്ന, അവളെ കൊടുത്ത് പൊടി, ഇവിടെ എന്തിനാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്നെ ആക്ഷേപിക്കും. അടുത്തുള്ളൊരു ചേച്ചി എന്ന് പറയും, അവരെ പേര് ഫിലോമിന എന്നാണ്. ഇപ്പം അവരൊന്ന് പറയും നിൻ്റെ മോളെപ്പോലെ നിനക്ക് കണ്ടുകൂടെ? അതോ ആ കൊച്ചിൻ്റെ അച്ഛനല്ലേ, ആ അച്ഛനെ മോളെയും കണ്ട ഒരുപോലെ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് പാവം കിട്ടും, 2 പെൺമക്കളില്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും അവരത് ചെയ്കൊള്ളൂല. അവർക്ക് സ്വാർത്ഥത. ഞാനിരുന്ന എന്തോ അവർക്ക് നഷ്ടപ്പെടും എന്നുള്ള ഇതുകൊണ്ട്. അങ്ങനെയായി പല പല പ്രശ്നങ്ങളും അടികളൊക്കെ ആയി. ഒരു ദിവസം എൻ്റെ അച്ഛൻ ഈ ഇടയ്ക്ക് സാറിനെയും കൊണ്ട് ടൂറ് പോകും. ടൂറ് പോകുമ്പോൾ 2-3 ദിവസമൊക്കെ കാണത്തില്ല. അപ്പോൾ എനിക്ക് ഇവരെ ഇവിടെ നിൽക്കാൻ ഭയമാണ്. ഭക്ഷണമൊന്നും തരത്തില്ല. അഥവാ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പിറകിൽ നിന്ന് മണ്ണ് വാരിയിട്ട് തരും. അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ പോകാൻ വേണ്ടി. അവരുടെ അടുത്ത് വരരുത് ഞാൻ. അങ്ങനെ മറ്റേ അമ്മ പിന്നൊരിക്കലും വന്നിട്ടില്ല, മദ്രാസിൽ നിന്ന് കാണാൻ വന്നിട്ടില്ല. അമ്മ ഞാൻ ഈ ഇവിടെ കൊച്ചിലെ നിന്നില്ലേ, അവിടെ ഒരു വട്ടം വന്ന്. അവിടെ 5ാം ക്ലാസ് വരെ പഠിക്കുന്നിടത്ത് കൊച്ചിലെ നിന്നപ്പോൾ വല്യപ്പയായിട്ട് വന്ന് എൻ്റെ അച്ഛൻ്റെ അച്ഛനുമായിട്ട് ആദ്യത്തെ അവിടെ ഒരു പ്രാവശ്യം വന്നതേ ഉള്ളൂ. ഒറ്റൊരു പ്രാവശ്യം വന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മ വന്നത്, അമ്മ കോഴിക്കോട് വന്നിട്ടില്ല.
ആ 12 വർഷം ഞാൻ അവിടെ നിന്ന് അവിടെ വന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ 96-ൽ എൻ്റെ വല്യപ്പ കൊണ്ടുവന്നു പറഞ്ഞില്ലേ, അപ്പം വല്യപ്പ ഈ ആൻറ്റിയുടെയൊക്കെ കൊണ്ടുപോയി നേരെ പള്ളിത്തോട്ടൊന്നിന് നേരെ എന്നെ പാലായി കൊണ്ടുപോയി. അപ്പോൾ പാലായി വെച്ചാൽ ഞാൻ പ്രായപൂർത്തിയായത്. അവിടെ വെച്ചായപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ അന്ന് വന്ന് ഒരു കൊലുസ് മേടിച്ചിട്ട് തന്ന്, ഒരു ഉടുപ്പ് മേടിച്ചിട്ട് തന്ന്, കുറച്ച് നേരത്തേക്ക് മുട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അന്നേരം അമ്മ പറഞ്ഞ് പ്രായപൂർത്തിയായ കൊച്ചു ഇവിടെ നിൽക്കാൻ പാടില്ല, വല്യപ്പ പാട്ടിനൊക്കെ പോകുമ്പം അങ്ങനെ നിർത്തുന്നത് ശരിയല്ല, ഇവളെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടാക്കാമെന്ന്. അങ്ങനെയും വിളിച്ചുകൊണ്ട് എന്നെയും അമ്മയുടെ ചേട്ടത്തിയുടെ മോളും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്രായം തന്നെ അവള്. ഞങ്ങൾ 4 പേരും കൂടി തിരുവനന്തപുരത്ത് വരിക. തിരുവനന്തപുരത്ത് എൻ്റെ അച്ഛൻ്റെ അടുക്ക വന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ച് സ്നേഹം കാണിച്ചിരുന്നു, അമ്മയടുത്ത് മിണ്ടാതെ. അപ്പം പിറ്റേ ദിവസമായപ്പോൾ സെക്രട്ടേറിയറ്റിലോട്ട് പോകാൻ വേണ്ടി കാർ എടുക്കാൻ പോയ നേരത്ത് ഞാനും വല്യപ്പ ഈ കൊച്ചമ്മയിലും കൂടി ഒരുമിച്ച് നടക്കുക. അപ്പോൾ അമ്മയും അമ്മയുടെ ചേട്ടത്തിൻ്റെ മോളും കൂടി പുറകിലങ്ങ് നടന്നു വരിക. അപ്പോൾ ഈ ടാക്സിക്കാരെല്ലാം നിരന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, വല്യപ്പ ഇവിടെ നില്ല, അമ്മ അത് പുറകിൽ കിടക്കുന്ന അവരെത്തട്ടെന്ന് പറഞ്ഞു. എത്തട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ 3 പേരും നിൽക്കുക. നിന്ന സമയത്ത് അമ്മ സ്മിതയായിട്ട് വന്നിട്ട് കാലിൽ ചെരുപ്പ് ഊരിയിട്ട് ഒറ്റയടി എൻ്റെ മുഖത്ത്. ആളുകളൊക്കെ കണ്ട് കണ്ണും കത്തിപ്പോയാണ് കൈപ്പോയി. നല്ലൊരു അടി വന്നപ്പോൾ ഞാനങ്ങ് കരഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ എന്നെ അടിച്ചതെന്ന് വെച്ചത്. നീ ആ ദുഷ്ടത്തിയുടെ കൂടെ തന്നെ പോകുന്ന എന്തിനാന്ന്, ഞാൻ നിൻ്റെ അമ്മയല്ലേന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇത് കണക്ക് കാണിച്ചു. ഊരടി എൻ്റെ കൊലുസെന്നൊക്കെ പറഞ്ഞു. അവരുടെ കൂടെ നടന്നു പോകുന്നത്, രണ്ടാനമ്മയുടെ കൂടെ പോകുന്നത് ഇഷ്ടപ്പെട്ടില്ല അവർക്ക്. രണ്ടാനമ്മയുടെ കൂടെ നടന്നു പോയതല്ല, എൻ്റെ വല്യപ്പയുടെ കൈ പിടിച്ച് നടന്നേ. വല്യപ്പ അന്നേരം എളുപ്പത്തിൽ നടക്കും. അപ്പോൾ അവരൊപ്പത്തിന് ഞങ്ങൾ നടന്നു. ഞങ്ങൾ 4 പേര് നടന്നു പോയത്, പപ്പയും ഞാനും വല്യപ്പയൊക്കെ കൂടി. അപ്പോൾ പപ്പ കാറെടുക്കാൻ പോയപ്പോൾ വല്യപ്പയുടെ കൈയും പിടിച്ച് കടന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അവിടെ വെച്ച് എന്നെ അടിച്ച്. എന്നിട്ട് അന്നേരം തന്നെ കൊലുസും ഊരി മേടിച്ചുകൊണ്ട് അങ്ങ് ഒറ്റ പോക്ക് പോയി. പിന്നെ ഞാൻ കാണുന്നത് ഈ 18 വയസ്സിൽ പേട് മടത്തി നിൽക്കുമ്പോൾ. അത് പേട് മടത്തി പോകാൻ കാരണം എന്താ പറയുക, അവിടെ നിന്നെല്ലാം പോയി വന്നിട്ട് 18 വയസ്സ് കഴിഞ്ഞ് പേട് മടത്തിയിൽ നിന്ന് ജോലി ചെയ്ത് ഒരു 5-6 മാസം ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അവിടെ വന്നു. അച്ഛനെങ്ങനെയെങ്കിലും എൻ്റെ അമ്മയുടെ കൂടെ പറഞ്ഞു വിടണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ തന്നെ അവിടുത്തെ കന്യാസ്ത്രീ അമ്മമാരെയൊക്കെ അങ്ങ് സ്നേഹിച്ച് പിടിച്ച്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോകാൻ ഇഷ്ടം തോന്നിയില്ല. ഇവർ വന്നിട്ട് പോലും എനിക്ക് പോകാൻ തോന്നിയില്ല. അന്നേരം അമ്മമാർ പറഞ്ഞു, ഇത്രയും നല്ലൊരു അമ്മ വന്നിട്ട് അവരിത്രയും നല്ല സെറ്റപ്പിൽ ജീവിക്കുന്നു, മോളെന്തിനാ ഇങ്ങനെ കിടന്ന് നരയിക്കുന്നത്, ഞങ്ങളൊക്കെ അടുക്കള ജോലിയും ചെയ്ത് ജീവിക്കേണ്ടതല്ല, മോള് പോകണം, അമ്മ വന്ന് വിളിച്ചല്ലേ പോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അച്ഛനെ രാത്രി വിളിപ്പിച്ച് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ. അവിടുന്ന് തന്നെ എൻ്റെ അച്ഛൻ ബൈക്കെടുത്ത് എന്നെയും കൂട്ടി നേരെ കൊല്ലത്തിങ്ങി വന്നു അമ്മയടുത്ത്. അമ്മ പിറ്റേ ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക ചെന്നൈ പോകാൻ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അമ്മ എന്നെയും കൊണ്ട് ചെന്നൈ പോവുക. ട്രെയിനിൽ വെച്ച് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ വന്ന് ആരടുത്തും മോളെന്ന് പറയരുതെന്ന്. അങ്ങനെ അവിടെ ചെന്നപ്പം അമ്മ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് വാടകയ്ക്ക്. അന്നേരം അപ്പുറത്തെ ഹൗസ് ഓണറുണ്ട്. ഏതായിരുന്നു സ്ഥലം? KK നഗർ. KK നഗറിലാണ് അവിടെ. അന്നേരം അമ്മ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആരും വരത്തില്ലെന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം ദീപാവലി വന്നപ്പം ഞാൻ പുറത്തൊന്നും ഇറങ്ങത്തില്ല അതിനകത്ത് തന്നെ. അപ്പം ദീപാവലി വന്നപ്പോൾ ഒരാൾ കയറി വന്നു, അമ്മ ഇല്ലായിരുന്നു. ഒരു ഏകദേശം എൻ്റെ അച്ഛൻ്റെ ഒരു സൈസ് കണക്കിരിക്കും. കയറി വന്നപ്പം അമ്മയ്ക്ക് അവിടെ പേര് വേറെയാണ്, ശാന്തി എന്നല്ല ശാലിനി എന്നാണ് പേര്. അന്നേരം ശാലിനി ഇല്ല എന്ന് ചോദിച്ചു. എനിക്ക് തമിഴേ അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ തമിഴ്നാട്ടിൽ അന്ന് പോയത്. അന്നേരം ശാലിനി ഇല്ല എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, അമ്മ പുറത്തോട്ട് പോയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് നിങ്ങൾ ആരാന്ന് ചോദിച്ചു, ശാലിനിയുടെ ആരാന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പറയാൻ വയ്യ, ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പം എന്തായാലും ഞാൻ പറയത്തില്ല, പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്ര നാൾ എവിടെയായിരുന്നു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ കുടുംബത്തായിരുന്നു പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ എനിക്ക് നമ്പർ തന്നിട്ട് അമ്മയുടെ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു, ഇത് വിളിക്കാൻ പറയാം. അന്നേരം ഇവർ പോയി കഴിഞ്ഞപ്പോൾ അമ്മ വന്നപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, വൈകിട്ടായപ്പോഴാണ് പറഞ്ഞു. എനിക്ക് ഉള്ളിൽ പേടിയുണ്ടായിരുന്നു പറഞ്ഞ്. എന്നിട്ട് അമ്മ ഫോൺ വിളിക്കുന്ന കണക്ക് കാണിച്ചിട്ട്, ഫോൺ വിളിച്ചതല്ല ചുമ്മാ എന്നെ ഒന്ന് പേടിപ്പിച്ച് എന്നെ ഒന്ന് അറിയാൻ വേണ്ടി. ഞാൻ അന്നേരം പെട്ടെന്നങ്ങ് സത്യം പറയും. അപ്പോൾ അതറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് പറഞ്ഞു, ഞാൻ ഇതണക്ക് പറഞ്ഞു അമ്മ അറിയാതെ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് എടുത്തിട്ട് അടിച്ചിൽ പാത്രം ഈ സിങ്ക് കഴുകുന്ന ബ്രഷ് കമ്പി കൊണ്ടൊക്കെ എൻ്റെ മോന്തയ്ക്കൊക്കെ അടിച്ച് പൊട്ടിച്ച്. അന്നേരം അമ്മ അന്നേരം പറഞ്ഞാൽ അവര് വേറെ എന്തോ ഒരു സെറ്റപ്പിൽ താമസിക്കുകയാണ് അവിടെ. അതാണ് അങ്ങനെ അന്ന് അമ്മയ്ക്കൊരു ജോലിക്കാരി വന്നില്ല. അന്നേരം അമ്മ ഇച്ചിരി തുണി ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്നപ്പം ഞാൻ പുറത്ത് ഇങ്ങോട്ട് വാടിയാ സോപ്പിങ് എടുത്ത് അടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ സോപ്പ് എടുത്ത് കൊടുത്താൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ട് അവസരണർ ചോദിച്ച് ശാലിനിയൊക്കെ എൻ്റെ പെണ്ണായിരുന്നു വെച്ച്.
അപ്പോൾ അമ്മ ഉടനെ പറയും இந்த പെണ്ണ് എങ്ക ഒരുക്കുന്ന വേലയ്ക്ക് വന്നിരിക്കുന്നു. എനിക്ക് അടി കിട്ടിയതിനേക്കായിട്ട് മനസ്സ് തളർന്ന ഒരു വാക്ക